കൊല്ലവും മുടങ്ങാതെ പനിയെത്തി. പകർച്ചപ്പനികളിൽ പലതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ രോഗത്തിനൊപ്പം ആശങ്കകളും പനി പകർന്നു നൽകുന്നു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. വെസ്റ്റ് നൈൽ വൈറസ് ആണ് രോഗകാരി. കൊതുകുകളിലൂടെയാണ് ഇവ സാധാരണ മനുഷ്യ ശരീരത്തിലെത്തുന്നത്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത്. കേരളത്തിൽ 2011 ആലപ്പുഴയിലാണ് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് വെസ്റ്റ് നൈൽ പനിക്കുമുള്ളത്. എന്നാൽ ജപ്പാൻ ജ്വരം പോലെ അപകടകരമല്ല വെസ്റ്റ് നൈൽ. ജപ്പാൻ ജ്വരം സാധാരണ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ് നൈൽ മുതിർന്നവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. രണ്ടും കൊതുക് വഴി പകരുന്ന രോഗമാണെങ്കിലും ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ്. വെസ്റ്റ് നൈൽ വൈറസ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമ്പർക്കത്തിലൂടെയല്ല പകരുന്നത്, മറിച്ച് രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെയാണ് ഇവ പകരുന്നത്. സാധാരണ പക്ഷികളിലും ഈ രോഗബാധ കാണാറുണ്ട്. അവയിലൂടെയും മനുഷ്യരിലേക്ക് ഈ രോഗം പകരും. ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്തതു മുതൽ ഗുരുതര ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ വരെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാം. കടുത്ത പനി, തലവേദന, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ രോഗിയിൽ പലപ്പോഴും പ്രകടമായില്ലെങ്കിലും ചിലർക്ക് ഛർദി, ചൊറിച്ചിൽ, പനി ഒക്കെ കാണാറുണ്ട്. വെസ്റ്റ് നൈൽ പനി തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അപകടകരമാകുന്നത്. രോഗിയുടെ മരണത്തിന് വരെ ഇത് കാരണമായേക്കാം. രോഗനിർണയത്തിൽ സാധാരണയായി രക്തത്തിൻ്റെയോ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൻ്റെയോ സാമ്പിളുകൾ പരിശോധിക്കാറാണ് പതിവ്. നിലവിൽ ഈ പനിക്ക് വാക്സിനുകളോ ആൻറ്റിവൈറസ് ചികിത്സകളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പ്രതിരോധമാണ് പ്രധാന ആയുധം. രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകാറുള്ളത്. 2-3 ആഴ്ച കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായും ഭേദമായേക്കാവുന്നതാണ്. എന്നാൽ രോഗം മൂലം ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം മാറാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കും. കൊതുക് കടി കൊള്ളാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. ശരീരം മൂടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക, കൊതുക് വല ഉപയോഗിക്കുക, കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക. കൊതുകിൻ്റെ ഉറവിട നശീകരണവും പ്രധാനമാണ്. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാനും ശ്രദ്ധിക്കണം. ഓടകൾ, സെപ്റ്റിക് ടാങ്ക്, ബെൻറ്റ് പൈപ്പ് എന്നിവയുടെ ചോർച്ചകളും ഇല്ലാതാക്കുക. 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഡയബറ്റിസ്, ക്യാൻസർ, രക്തസമ്മർദ്ദം, കിഡ്നി രോഗബാധിതർ തുടങ്ങി പ്രതിരോധം കുറഞ്ഞ ആർക്കും വൈറസ് ബാധ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങി ഗുരുതര ലക്ഷണങ്ങൾ ഉള്ളവരിലും രോഗം മൂർച്ഛിച്ചേക്കാം. ഇതും മരണത്തിന് കാരണമായേക്കാം. എന്നാൽ കണക്കുകൾ പറയുന്നത് ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് വെസ്റ്റ് നൈൽ മരണനിരക്ക് കുറവാണെന്നാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും. ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ആശങ്കയില്ലാതെ ഭേദമാക്കാവുന്നതാണ് വെസ്റ്റ് നൈൽ. അതെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.